ഹലോ! അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഞാനും അമ്മയും കൂടെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ്. അപ്പം ഏച്ചിമാർ അവരാരും ഇല്ല, പിന്നെ മോളെയും കൊണ്ടുപോയില്ല. കാരണം അവരൊക്കെ ആദ്യം പോയതുകൊണ്ട് എനിക്ക് ആ സമയത്ത് പോകാൻ പറ്റാത്തത് കൊണ്ട് പിന്നെ ഞാനും അമ്മയും പോകുന്നത്. കാരണം അച്ഛൻ്റെ ബലിയിടാൻ വേണ്ടി പോകുന്നതാണ്. കാരണം അവരൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ മോളെ കൊണ്ടുപോയില്ല. അപ്പം കൊണ്ടുപോകാത്തതിൻ്റെ പരിഭവവും പിണക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുതരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയി. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് ഓട്ടോന് ടൗണിൽ വന്ന് അവിടുന്ന് മാനന്തവാടിയൊക്കെ ഒരു സ്റ്റേറ്റ് ഉണ്ട് രാവിലെ. അപ്പോൾ അതിന് കയറിയിട്ട് മാനന്തവാടി എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് ബസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പോകാമെന്നാണ് ഞാനും അമ്മയും വിചാരിച്ചേ. അപ്പോൾ ബസ് അത് ടൗണിൽ കുറച്ച് സമയം നിൽക്കേണ്ടി വന്നു. കാരണം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി, അഥവാ ബസ് മിസ്സായി പോവണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അങ്ങനെയൊന്നും ബസ്സില്ലല്ലോ. പിന്നെ കുറേ ലേറ്റായി കഴിഞ്ഞാൽ അമ്പലത്തിൽ നടയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബലിയിടാനും ഒന്നും ടൈം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ കുറച്ച് നേരത്തെ ഇറങ്ങി. പിന്നെ അവിടെ ബസ് സ്റ്റോപ്പിലിരുന്നു. പിന്നെ ബസ് വന്ന് അപ്പോഴത്തേക്ക് ആൾ നല്ല ഉറക്കത്തിലേക്ക് എത്തി. കാരണം ആൾക്ക് ഉറക്കം വന്ന് ഇതായിരുന്നു. കാരണം വെളുപ്പിനെ എണീറ്റത് കൊണ്ട് അങ്ങനെ. പക്ഷേ പകുതിക്ക് എത്തുമ്പോഴാണ് ഏകദേശം എവിടെയായിരുന്നു സ്ഥലത്തിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. അപ്പോഴാണ് പറയുന്നത് കേട്ടെ പാൽച്ചുരം റോഡ് എന്തോ വണ്ടി ബ്ലോക്കായിട്ടായില്ലേ, അതുകൊണ്ട് അതുവഴി പോകാൻ പറ്റൂല. ഏകദേശം കൊട്ടിയൂരെത്താറായിരുന്നു. അപ്പം നേരെ തിരിച്ച് നമ്മൾ ഇപ്പുറത്തെ വഴി പോവാൻ ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്ത് അപ്പം തന്നെ ലേറ്റായി. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ മാനന്തവാടി എത്തി. അവിടെ എത്തിയപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള ഒരു ബസ് ഉണ്ടായിരുന്നു, ഒരു സ്റ്റേറ്റ് തന്നെ. അപ്പോൾ അതിൽ കയറിയിട്ട് ഞാനും അമ്മയും അതിൽ കയറിയിരുന്നു. അപ്പോൾ കുറച്ച് സമയം എടുത്തു അവർ പോകാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം അവിടെ സ്റ്റാൻഡിൽ നിർത്തി വെച്ച് പിന്നെ നമ്മൾ വിചാരിച്ചു ലേറ്റ് ആവും, ഇന്ന് നമുക്ക് ബലിയിടാനൊന്നും പറ്റില്ല എന്നെല്ലാം വിചാരിച്ചിനായിരുന്നു. പക്ഷേ ഇല്ല, ഏകദേശം നമ്മൾ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തിയത് കൊണ്ട് നമുക്ക് ബലിയിടാൻ പോകാനൊക്കെ പറ്റി. അല്ലെങ്കിൽ എന്തായാലും പറ്റില്ലായിരുന്നു. പിന്നെ വൈകുന്നേരം മാത്രമല്ലേ ഉള്ളൂ. അപ്പം ഞാനും അമ്മയും ആകെ ടെൻഷനിലായിരുന്നു ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത്രയും ദൂരത്തുനിന്ന് വന്ന്, അതും നമ്മൾ രണ്ടുപേരും മാത്രം, ആകെ മൊത്തം ടെൻഷനായി. അത് നമ്മൾ കയറിയ ബസ്സാണെങ്കിൽ മെയിൻ റോഡ് വഴിയല്ല ആ ബസ് പോയെ, ഏതൊക്കെയോ ഒരു ഉൾനാട്ടിലേക്ക് കൂടി. പക്ഷെ ആ സ്ഥലം കാണാൻ ഭയങ്കര രസമാണ്. അതിലേക്കൂടി പോയിട്ടാണ് നമ്മൾ ആ തിരുനെല്ലി ക്ഷേത്രത്തിന് മുമ്പിലെത്തിയത്. അപ്പോൾ അവിടെ എത്തിയിട്ട് പിന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. അമ്പലത്തിലെത്തി വേഗം തന്നെ പിന്നെ ബലിയിടേണ്ട ചീട്ടൊക്കെ മുറിച്ചു. നേരെ ഞാനും അമ്മയും അങ്ങോട്ടേക്ക് പോയി. പിന്നെ ബലിയൊക്കെ ഇട്ട് തിരിച്ച് വന്നപ്പോഴും നടയടക്കാൻ ഏകദേശം സമയമായിരുന്നു. അപ്പോൾ വേഗം ഞാൻ അവിടുത്തെ ഫ്രഷ് ഏരിയയിൽ പോയി അവിടെ നിന്ന് വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് വേഗം ഇങ്ങോട്ട് വന്നു. കാരണം 10 മിനിറ്റ് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് തന്നെ വന്ന് തട്ടിക്കൂട്ടി ഒരു കുളിയും കുളിച്ചു വേഗം റെഡിയായി. എന്നിട്ട് പോയി. അമ്മ പറഞ്ഞു ഞാൻ വേഗം പോകാം, നീ വേഗം റെഡിയായിട്ട് വാന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ മുന്നേ നടന്നോളാം, പോയിട്ട് ചീട്ടൊക്കെ എടുക്കണമായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മ കുറച്ച് നേരത്തെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നിങ്ങൾ പോട്, ഞാൻ വേഗം എത്താമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും മോനെയും കൊണ്ട് വേഗം പോയി. അപ്പോഴേക്കും നട അടച്ചിന്, അതായത് ഉച്ചപൂജയുടെ സമയമായിന്. അപ്പോൾ നട അടച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റെപ്പ് കയറി അങ്ങ് എത്തുമ്പോഴത്തേക്കും എൻ്റെ നാവ് പുറത്തെത്തിയന്. കാരണം അതിങ്ങനെ ഓടിക്കയറുന്ന, എനിക്കാണെങ്കിൽ കയറാനും പറ്റുന്നില്ല. മോനെ കയ്യിലെടുത്തിട്ട് പിന്നെ വേഗം ഉള്ളിൽ കയറി തൊഴുത് പിന്നെ ചോറൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. അപ്പോൾ അവിടെ നല്ല നാടൻ നെല്ലിക്കയും പിന്നെ ഈ കർണാടക ഏരിയയിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് ഓറഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങിച്ച് പിന്നെ സ്റ്റേഷനറി കയറി അവിടുന്ന്
മക്കൾക്കെല്ലാം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, പിന്നെ അമ്മയുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള ചായപ്പൊടി അത് ഇത് അങ്ങനത്തത് കുറേ എന്തൊക്കെയോ വാങ്ങിച്ച്. അപ്പോൾ പിന്നെ ആള് പിന്നെ എല്ലാം വലിച്ചു വാരി ഇടാനുള്ള ശ്രമമായിരുന്നു. പിന്നെ ഓന് എന്നെ എടുത്ത് തട്ടി, അല്ലെങ്കിൽ എല്ലാം കൂടി ഓൻ തട്ടി വലിച്ചിട്ടാണ് ഈ നിരത്തി വെച്ച സാധനങ്ങൾ ഒരു ഷെൽഫിൽ തേച്ചും തട്ടിയിട്ടേന്. അപ്പോൾ പിന്നെ ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ കുറച്ച് സമയം അവിടെ നിൽക്കേണ്ടി വന്ന് ബസ്സിന് കാത്തിട്ട്. അപ്പോൾ ബസ് വന്ന് തിരിച്ചു വരുമ്പോഴും നമ്മൾ അതേ റൂട്ടിലല്ല, പക്ഷെ വേറൊരു റൂട്ട്. പക്ഷേങ്കിൽ അതുപോലെ തന്നെ കുറേ വയലും ഇതൊക്കെ ആയിട്ട്, ആ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ അതിൽ തന്നെ വന്നു. പക്ഷെ നല്ല രസമുണ്ട് ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്, അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം. അന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ തിരുനെല്ലിയിൽ ബസ്സിന് പോകുന്നത്. അതും ഈ നാട്ടുവഴി. അമ്മയും പറഞ്ഞു, അമ്മ ഇതുവരെ ആ ഒരു വഴി വന്നിട്ടില്ലാന്ന്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ മാനന്തവാടി എത്തി. അവിടുന്ന് നമ്മുടെ നാട്ടിലേക്കുള്ള ഇരിട്ടിയിലേക്കുള്ള സ്റ്റേറ്റ് കിട്ടിയായിരുന്നു. അത് കഴിഞ്ഞ് വരുന്ന വഴി പാൽച്ചുരം വഴിയാണ് വന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ പാൽച്ചുരം വഴി വരുന്നത്. നല്ല പേടിയായി എനിക്ക്, കാരണം ആ സൈഡിലേക്കങ്ങ് നോക്കുമ്പോഴത്തേക്ക് ആ കൊക്ക പോലത്തെ സ്ഥലം കണ്ടിട്ട് ഞാൻ പേടിച്ചു സത്യമായിട്ട്. ഈ സൈഡിൽ സീറ്റിൽ ഇരുന്നിട്ട് പിന്നെ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ മക്കൾക്കും എല്ലാ സാധനങ്ങളെല്ലാം എടുത്തു കൊടുത്തു. അപ്പോൾ അത്രയേ ഉള്ളൂ.